അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷം? സുഖല്ലേ? ഇന്ന് രാവിലെ തന്നെ ഒരു യാത്ര പോവാണ് കേട്ടോ. അത്ര സുഖമില്ലാത്തൊരു യാത്രയാണ്. ആശുപത്രിയിൽ നല്ല പനിയാണ്, ഡോക്ടറെ കാണിക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ ഇന്നലെ എൻ്റെ കയ്യിലുള്ള മരുന്നൊക്കെ ഞാൻ കൊടുത്തു നോക്കി, അവന് കുറയുമെന്നറിയാൻ വേണ്ടിയിട്ട്. ഒട്ടും കുറവില്ല. രാത്രി ഉറങ്ങിയിട്ടേ ഇല്ല. നേരം വെളുത്തപ്പോഴേക്കും അവൻ്റെ കയ്യുമലും കാലുമലൊക്കെ എന്തോ ഒരു ചെറിയ കുരു പോലെ പൊന്തിയിട്ടുണ്ട്. അപ്പോൾ ഇനി ചപ്പട്ടയാണോ എന്തോന്നൊന്നും അറിയില്ല. അപ്പോൾ ഞാൻ ഡോക്ടറെ കാണിക്കാൻ വേണ്ടി രാവിലെ തന്നെ പോവാണ് കേട്ടോ. രാവിലെ കുറച്ച് സമയം മാത്രമേ ഡോക്ടർ വീട്ടിൽ പരിശോധിക്കുള്ളൂ കേട്ടോ. അപ്പോൾ അപ്പോഴേക്കും വേഗം എത്താൻ വേണ്ടിയിട്ട് പോവാണ്. രാവിലെ ആയതുകൊണ്ട് തന്നെ റോഡിലധികം തിരക്കൊന്നുമില്ല. നമുക്ക് പെട്ടെന്ന് തന്നെ പിന്നെ ഇവിടെ നിന്ന് എൻ്റെ വീട്ടിൽ നിന്ന് ഒരു അരമണിക്കൂർ നേരം യാത്ര ചെയ്യണം കേട്ടോ ഡോക്ടർ വീട്ടിലേക്ക്. അപ്പോൾ തിരക്കില്ലാത്തതുകൊണ്ട് മോന് ഇച്ചിരി സ്പീഡ് വിടുന്നുണ്ട്. പിന്നെ ചപ്പട്ടൊന്നും ഇല്ലയെന്ന് പറഞ്ഞാലേ സമാധാനം കിട്ടുള്ളൂ. ഡോക്ടർ വീടെത്തിയിട്ടോ ഞാൻ കുഞ്ഞിനെയും കൊണ്ട് ഡോക്ടറെ കാണിക്കാൻ പോവാണ്. ഞങ്ങൾ കുറച്ച് നേരത്തെ എത്തിയതുകൊണ്ട് തിരക്കൊന്നുമില്ല കേട്ടോ. ചില ദിവസങ്ങളൊക്കെ ഇവിടെ ഭയങ്കര തിരക്കായിരിക്കും, കുറേ സമയം കാത്തിരിക്കണം. അതാകുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് തന്നെ ഞാൻ നേരത്തെ വേഗം ഇറങ്ങിയതാണ്. ആൾ കൂടുന്നതിന് മുമ്പ് തന്നെ കുഞ്ഞിനെ കാണിച്ചിട്ട് വേഗം വീട്ടിലെത്താമെന്ന് കരുതി. അപ്പോൾ ഒന്ന് കാണിച്ച് വരാം കേട്ടോ, എന്താ പറയുന്നതെന്ന് നോക്കാം. അപ്പോൾ ഡോക്ടറെ കാണിച്ചു വന്നിട്ട് അൽഹംദുലില്ലാ കുഴപ്പമൊന്നുമില്ല. അവന് പനി ആയതുകൊണ്ട് മേല് ചെറിയ കുരുവൊക്കെ പൊന്തിയതാണ്. അത് 3-4 ദിവസം ഉണ്ടാവും. അത് കഴിഞ്ഞാൽ പൊയ്ക്കോളൂ എന്ന് പറഞ്ഞു. ഒരു ലോഷനും അതുപോലെ ഒരു ചെറിയ ഗുളികയും തന്നേനെ കേട്ടോ. കുഴപ്പമൊന്നുമില്ല. ഇപ്പോഴാണ് മനസ്സിനൊരു സമാധാനമായത്. മക്കൾക്ക് സുഖമില്ല എന്ന് പറഞ്ഞാൽ അറിയില്ല നമുക്ക് തന്നെ ഒരു മനസ്സിനൊരു സുഖം ഉണ്ടാവില്ല. ഭക്ഷണം കഴിക്കാനും തോന്നില്ല, അതുപോലെ വീട്ടിൽ പണിയെടുത്താലും നീങ്ങൂല. ഇപ്പോഴാണ് കേട്ടോ എനിക്ക് സമാധാനമായത്. ഞാനത് ചപ്പട്ടേണെന്ന് കരുതി. ആ മേലെ ചുവപ്പ് കുരുവൊക്കെ കണ്ടപ്പോൾ ഞാൻ ചപ്പട്ടേണെന്ന് ഉറപ്പിച്ചതാണ് കേട്ടോ. ഏതായാലും കുഴപ്പമൊന്നുമില്ല എന്ന് അറിഞ്ഞപ്പോൾ മനസ്സമാധാനമായി. ഡോക്ടർ വീട്ടിലെ കാഴ്ച കണ്ടിട്ടതൊക്കെ നല്ല ഭംഗിയാണ്. മുറ്റം കാണാൻ നല്ല പച്ചപ്പാണ്. ഞാൻ രാവിലെ ചായയൊന്നും കൊടുക്കാതെ കേട്ടോ മക്കളെയും കൊണ്ട് ഇറങ്ങി പുറപ്പെട്ടത്. രാവിലെ ചായയും കടിയൊക്കെ ഉണ്ടാക്കാൻ നിന്നിട്ടുണ്ടെങ്കിൽ ഡോക്ടറെ പാട്ടിന് പോകും. അപ്പോൾ ആശുക്കൂട്ടിന് വെള്ളച്ചായയും അതുപോലെ ബെന്നും കൊടുത്തിട്ട് ആണ് കൊണ്ടുവന്നത് കേട്ടോ. മറ്റൊരു രണ്ടാളൊന്നും കുടിച്ചിട്ടില്ല. അപ്പോൾ ഞങ്ങളിങ്ങനെ ഹോട്ടലിൽ തപ്പി നടക്കുകയാണ്. അപ്പോഴാണ് വലിയ മോൻ പറഞ്ഞ് നമുക്ക് ഊട്ടുപുരി പോവാം, അവിടെ നല്ല മസാല ദോശ ഉണ്ടാവുന്നു. അപ്പോൾ അങ്ങനെ ഊട്ടുപുരിക്ക് പോവാണ് കേട്ടോ. അങ്ങനെ കഷ്ടപ്പെട്ട് അവിടെ എത്തിയപ്പോൾ ഊട്ടുപുരി അടച്ചാണ്, തുറന്നിട്ടില്ല, ഷട്ടറൊക്കെ താത്തിയിട്ടിരിക്കണം. എനിക്ക് തോന്നുന്നു ഇവിടെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും ഇല്ല. ഉച്ചൻ്റെ ശേഷമാണ് ഇവിടുത്തെ പരിപാടികളൊക്കെ തുടങ്ങണമെന്ന് തോന്നുന്നത്. ഞങ്ങൾ വേറെ എവിടെന്നെങ്കിലും ചായ കുടിക്കാമെന്ന് കരുതിയിട്ട് അവിടെ നിന്ന് ഇങ്ങനെ വണ്ടി തിരിക്കുകയാണ് കേട്ടോ. ആശിക്കുട്ടന് വിശക്കുണ്ട് ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ പറയുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ നെല്ലിപ്പറമ്പ് സിന്ദഗി ഹോട്ടലിൽ എത്തിയിട്ടോ. മക്കൾക്ക് മസാല ദോശ വേണം പറഞ്ഞിട്ട് കേട്ടോ ഇവിടെ വരെ എത്തിയത്. അങ്ങനെ മസാല ദോശ കിട്ടിയില്ല, നല്ല ചൂടുള്ള നെയ് റോസ്റ്റ് കിട്ടിയിട്ടോ. അപ്പോൾ ഞങ്ങൾ നെയ് റോസ്റ്റിന് ഓർഡർ ചെയ്ത് വരുത്തി. അതുപോലെ അതിൻ്റെ കൂടെ നല്ല സാമ്പാറുണ്ട്, ചട്നി കറി ഉണ്ട്. അതുപോലെ വലിയ മോന് ലിവർ കറി വേണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ലിവർ കറിയും കുറച്ച് വാങ്ങിയിട്ടോ. അപ്പോൾ എൻ്റെ വീട് കുറച്ചും കൂടി പോയാൽ എൻ്റെ വീടാണ്. അങ്ങനെ ഉമ്മ പറഞ്ഞിരുന്നു രാവിലെയൊക്കെ വരികയാണെങ്കിൽ നമുക്ക് മാങ്ങ പറിക്കാമെന്ന് പറഞ്ഞു. അപ്പം എന്നാൽ ഏതായാലും ഇവിടെ വരെ വന്നതല്ല, അപ്പം എന്നാൽ മാങ്ങ പറിച്ചിട്ട് പോരാന്ന് കരുതി വീട്ടിലെത്തി മാങ്ങ പറിക്കുകയാണ് കേട്ടോ. അപ്പം ഞാൻ പറിച്ചാൽ നിന്നപ്പോൾ മോനൂസ് പറഞ്ഞ് ഉമ്മാക്ക് മാങ്ങ ഒന്നും പറിക്കാൻ അറിയില്ല, ഒറ്റ മാങ്ങയും കിട്ടണില്ല, ഉമ്മ പറിച്ചിട്ട് ഞാൻ പറിച്ചോളാം. മൂപ്പർക്കും കിട്ടണമെന്നില്ല കേട്ടോ. ലാസ്റ്റ് അവൻ ആയുധം വെച്ച് കീഴടങ്ങിട്ടോ. ഓൻ ഓടിപ്പോയി. അപ്പോൾ അതാ ഇമ്മ ഇന്നലെ ഉണ്ടാക്കി വെച്ചതാണെന്ന് പറഞ്ഞു. മാങ്ങയും പാലൊക്കെ ജ്യൂസ് അടിച്ചിട്ട് നല്ല ഐസ് ഉണ്ടാക്കി വെച്ചതാണ് കേട്ടോ. സംഭവം നല്ല ടേസ്റ്റ് ഉണ്ട്. ഉമ്മാരുടെ അടുത്ത് കുറച്ച് വർത്താനൊക്കെ പറഞ്ഞിരുന്ന് മാങ്ങയൊക്കെ പറിച്ച് കുറച്ച് മാങ്ങയൊക്കെ പാക്കിലാക്കി. അപ്പോൾ ഞാൻ വീണ്ടും വീട്ടിലേക്ക് പോവാണ് കേട്ടോ. വീട്ടിലേക്ക് പോയാൽ ഇഷ്ടം പോലെ ജോലികളുണ്ട്. രാവിലെ എണീറ്റ് പോയെന്നതായതുകൊണ്ട് ഒരുപാട് ജോലി അവിടെ കിടക്കുന്നുണ്ട്. അപ്പോൾ അധിക സമയമൊന്നും ഉമ്മാൻ്റെ അടുത്ത് നിന്നില്ല. കുറച്ച് സമയമൊക്കെ വർത്താനം പറഞ്ഞിരുന്നിട്ട് ഞങ്ങൾ വേഗം തിരിച്ചോട്ട് വീട്ടിലേക്ക് തന്നെ. നമ്മുടെ നാടാണിത്. അപ്പോൾ കൊണ്ടോട്ടി നേർച്ചയൊക്കെ പ്രമാണിച്ചതാ നമ്മുടെ നാട്ടിൽ ശർക്കര മിഠായിൻ്റെ കടകൾ, അതുപോലെ കുറേ ടോയ്സിൻ്റെ കടകളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. ഗുഡ്സിലൊക്കെ ഓരോ കടകൾ സൈഡിൽ പിന്നെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഓരോ സാധനങ്ങളൊക്കെ അവിടെ ഇറക്കുന്നുണ്ട്.
ഇന്ന് വേഗം ഒരുപാട് സമയം കറിക്കും ചോറിനൊന്നും നിൽക്കാൻ ഒഴിവില്ല കേട്ടോ. അപ്പോൾ പെട്ടെന്ന് ചിരങ്ങുണ്ടായിരുന്നു, അപ്പോൾ ചിരങ്ങ കൊണ്ടൊരു കറി വെച്ചിട്ട് മുട്ട പൊരിക്കുക, അതുപോലെ മാങ്ങ ചമ്മന്തി, മാങ്ങ പിന്നെ മുത്തങ്ങയില്ലാത്ത കഷായം ഉണ്ടോയെന്ന് പറഞ്ഞ പോലെ മാങ്ങ കൊണ്ട് എന്തെങ്കിലും ഒരു ഐറ്റംസ് ചോറിനുണ്ടാവും. മാങ്ങ ഉപ്പുമുളകും തേച്ച് എടുക്കുകയോ അല്ലെങ്കിൽ ചെമ്മീനും മാങ്ങയിട്ട് ചമ്മന്തിയോ അല്ലെങ്കിൽ ചെമ്മീനും മാങ്ങയോ ഉണക്കമുളകിട്ട ചമ്മന്തിയോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. അപ്പോൾ പെട്ടെന്ന് ഞാൻ ചിരങ്ങ തളിച്ച് മക്കൾക്ക് ചോറൊക്കെ ഒന്ന് കൊടുക്കട്ടെ കേട്ടോ. ഇതിനിടെ കാശിക്കുട്ടന് ഓടി വരുന്നുണ്ട് കേട്ടോ. നല്ല ഹാപ്പിയിലാണ് മൂപ്പര്. അപ്പോൾ ഇക്കും നല്ലൊരു ബലൂണ് വാങ്ങി കൊടുത്തിന്. നല്ലൊരു ആപ്പിൾ ബലൂണാണെന്നാണ് പറയണത്. ആപ്പിൾ പോലെ ഉണ്ട്. എനിക്ക് ആപ്പിൾ ബലൂണ് വാങ്ങി നിൽക്കുമെന്ന് പറഞ്ഞു വരുന്നുണ്ട്. ഏതായാലും ആശുക്കുട്ടൻ നല്ല ഹാപ്പിയാണ് കേട്ടോ. പനിയൊക്കെ ലേശം ഇപ്പോൾ കുറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവനൊന്ന് ഉഷാറായിട്ടുണ്ട് കേട്ടോ.